അടിച്ചേട്ടാ മീന. ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു റീലും മേടിച്ചോണ്ട് വരിക. ഓമാക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ബ്രാൻഡിന്റെ റീല് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ഓസ്ട്രേലിയൻ കമ്പനിയുടെ. ആ റീലുമായിട്ട് നമ്മളൊരു പാടത്ത് കാസ്റ്റിങ്ങിന് വന്നിരിക്കുക. ബാഗിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് റീലൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നെമസസിന്റെ റോഡാണ് നമ്മൾ ബൈക്കാസ്റ്റ് റീലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റീലിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. റീല് നമ്മൾ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ റീലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 9X ജെം എന്ന് പറഞ്ഞ ബ്രൈഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബ്രൈഡ് ഇതിൽ കുറച്ച് ബ്രൈഡുണ്ട്. ഇതിൽ നമ്മളൊരു 40 LB ആയതുകൊണ്ട് നമ്മൾ ബ്രൈഡ് കുറച്ചേ റീലിൽ ഇട്ടിട്ടുള്ളൂ. ഇപ്പം ഈ റീലിൽ ഏകദേശം ഒരു 22 mm ഉള്ള ബ്രൈഡെങ്കിലും വേണം. അപ്പം നമ്മളത് അത്യാവശ്യം LB കൂടിയ ബ്രൈഡായതുകൊണ്ട് നമ്മളൊരു 60-70 മീറ്റർ റെയിലിലോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ റീൽ ഇതാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ റീലിൻ്റെ ജസ്റ്റ് ഇതേ മാക്സ് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ 8.5 kg. പിന്നെ ഗിയർ റേഷ്യോ 7.81 ആണ് കേട്ടോ. അതെ പെയറിങ് വരുന്നത് 6+1 ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് എടുക്കാം. സാധനം എന്താ നമ്മുടെ ഈ പെട്ടിയില്ല. നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്ത് നമ്മൾ ഓൾറെഡി നേരത്തെ അൺബോക്സ് ചെയ്ത് നമ്മൾ ബ്രൈഡൊക്കെ അതേ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ സ്പോട്ടിൽ വന്നിരിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൗച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഓമാക്സ് എന്ന് എഴുതിയ പൗച്ചുണ്ട്. നമ്മളെ റീല് സേഫായിട്ട് വെക്കാനുള്ള, നമ്മളെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കുക. പിന്നെ ഇതാ ഇതിലൊരു ഗ്രാഫിക്സ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ കാർബൺ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഓമാക്സ് എന്ന് ഹാൻഡിൽ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിടിലൻ ലുക്കാണ് കേട്ടോ സംഭവത്തിനിത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒന്ന് കാസ്റ്റിങ് ചെയ്യാം. നമ്മുടെ ബ്രൈഡൊക്കെ ഇതേ കിട്ടിയിട്ടുണ്ട് 9Xൻ്റെ. പിന്നെ വേണ്ട നമുക്കൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. ഈ റീല് നമ്മൾ എറിയുമ്പോൾ നമ്മുടെ DC റീൽ, ഇത് DC റീലാണ്. ഇതേല് നമ്മുടെ DC റീലൊക്കെ എറിയുമ്പോൾ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് DC റീലൊക്കെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അപ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു DC റീൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതെടുത്തോ. 100% ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. അടിപൊളി റീലായത്. ഞാൻ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പക്കായത് സ്മൂത്താണ്. നമുക്ക് റിട്രൈവ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്താണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചാണ് ഇന്നൊന്ന് ഫിഷിങ് ചെയ്യാനായിട്ട് പോകണം. പിന്നെ നമ്മുടെ നെമസസ് റോഡ് അവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് നെമസസ് റോഡ് ഞാൻ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ബോക്സ് ആയത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബാൾജ് പോലത്തെ സംഭവമുണ്ട്. ഈ കാണുന്ന പാടത്തും പിന്നെ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് നേരെ ഇത് മീൻ പിടിച്ച് തന്നെ റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കണം എറിയാൻ നേരത്ത്. അപ്പോൾ നമ്മുടെ നെമസസ് റോഡ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നെമസസ് റോഡ് എടുത്തിട്ട് വലുതായിട്ട് കാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നെമസസ് റോഡ് ജസ്റ്റ് നമ്മളെ കവറിൽ നിന്ന് ഒന്ന് എടുക്കാം. നമ്മുടെ നെമസസ് റോഡ് നമ്മളിതാണ് ഇന്ന് റോഡായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ റീലൊന്ന് നെമസസ് റോഡിലോട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നവരൊന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ചൊന്ന് കേൾക്കുക. അപ്പം നമുക്ക് ഫ്രോഗ് എടുക്കാം. ഫ്രോഗ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഓസ്കാറിൻ്റെ ഫ്രോഗ് കേട്ടോ. നമ്മൾ എടുക്കുന്ന കാസ്റ്റിങ്ങിന് നമ്മുടെ ഓസ്കാറിൻ്റെ ഫ്രോഗാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. റിയൽ വാരിയറിൻ്റെ ഓസ്കാർ. അപ്പം നമുക്ക് ഫ്രോഗ് വെച്ച് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ മഴ പൊടിക്കുന്നുണ്ട് ഗൈസ്. പണി വാഴുമ്പോഴത്തേക്ക് കിട്ടി തോന്നുന്നു. അവിടെയുള്ളതാണ് നിങ്ങൾ ഈടെടുക്കാവുന്നേ ഒരു പണി കിട്ടി. പണ്ടാരും നൂലെല്ലാം കുരുങ്ങി. നൂലെല്ലാം കൂടെ കുരുങ്ങിയടാ. ഒരു ചേറുമീൻ കയറി അടിച്ചത്. ഈ പണ്ടാരം മരം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല.
നമ്മുടെ നെമസസ് റോഡ് ഇതാണ്ട. വള്ളം കുടുങ്ങുമ്പോൾ മഴ. മീനടിച്ച് പോയി. ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ എന്നെ കിടില മീനാട്ടാ. എന്താ ഒരു ചേർമീൻ, ഒരു വലിയ വരാലിത് രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ ഒരു മീനെ വാഹ അടിക്കാൻ വന്നിട്ട് നമുക്ക് റക്സോടെ ഫ്രോഗ് ഇട്ട് വരാൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വരാലാട്ടാ, കുഴപ്പമില്ലാത്തൊരു വരാലാണേ. നമ്മുടെ ഫ്രോഗ് റക്സോ ഫ്രോഗ് വിഴുങ്ങിയിട്ടുണ്ട്. നാടൻ വരാ കേട്ടാ, റിയൽ വാരിയറിന് ജീറ്റോ. നമുക്ക് ഇവിടുന്ന് ഒരു ചേർമീൻ കിട്ടിയായിരുന്നു 2 ദിവസത്തിന് മുന്നേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വരാലൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തില്ല. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജീറ്റോ എടുത്തിട്ടുണ്ട്, ജീറ്റോ. അപ്പം ഈ ഫ്രോഗിൻ്റെ ഒരെണ്ണം നമ്മുടെ കഞ്ഞിപ്പാടത്ത് ആറ്റിൽ നമ്മൾ പോയിട്ടിട്ട് വള്ളത്തെ പോയിട്ടിട്ട് പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു വാഹയാന്താണ്ട്. അപ്പം ഫ്രോഗ് തേണ്ട ഇതാണ്. അത്യാവശ്യം നല്ല കിടിലൻ ഡിസൈൻ കേട്ടോ. നമ്മുടെ നേരത്തെ ഇരുന്ന റെഡ് കളർ. അപ്പോൾ ഇതിൻ്റെ സ്പിന്നറിലാണ് ഏറ്റവും കൂടുതൽ മീൻ അടിക്കുന്നത്. സ്പിന്നർ നല്ല അത്യാവശ്യം വലിയ സ്പിന്നറാണ്. പിന്നെ ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ 480 രൂപയുടെ ഫ്രോഗാണ്. 16.17 ഗ്രാം, പിന്നെ 6.5 സെൻറ്റിമീറ്റർ കേട്ടോ ഫ്രോഗ്. ഇപ്പോൾ റിയൽ വാരിയറിൻ്റെ ജീറ്റോതാണ്. നമുക്ക് ഇത് വെച്ച് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പം കിടക്കുന്ന ഫ്രോഗ് ചെറിയൊരു ഫ്രോഗാണ് വരാലിന് വേണ്ടിയുള്ള. അപ്പോൾ നമുക്കൊന്ന് വരാലിൻ്റെ ഫ്രോഗ് മാറ്റിയിട്ട് ചേർമീൻ ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കാം. ചേർമീൻ വാഹ. ഗൈസ് നമുക്ക് ചേർമീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഓമാക്സ് DC നമ്മുടെ ജീറ്റോ. പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അടിയിലിട്ട് ചിണുക്കുമായിരുന്നു, ചുമ്മായിട്ട് ചിണുക്കിയതാണ് നമ്മുടെ ജീറ്റോ ഫ്രോഗ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച വള്ളത്തെ പോയപ്പോൾ നമുക്ക് അവിടെ ഒരു തോട്ടിൽ നിന്നും ചേർമീൻ കിട്ടി. അതാണ് അടുത്ത ചേർമീൻ കണ്ട. ഓമാക്സിൻ്റെ റീലിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 2 kg എങ്ങനെ വരുന്നതാണ്. അത്യാവശ്യം ചേർമീൻ പിടിക്കാൻ അറിയാത്തവർക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതുപോലെ ആറിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ മുളങ്കാടൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം തെളിഞ്ഞിടക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ചേർമീൻ കുറേ കാണും. ജസ്റ്റ് നമ്മൾ ഫ്രോഗ് ഇട്ട് ചുമ്മാ ഇട്ടിങ്ങനെ അനക്കിയാൽ മതി. ഞാൻ അങ്ങനെ അപ്പുറ സൈഡിൽ ഇട്ട് അനക്കിയപ്പോഴാണ് എനിക്കൊരു ചേർമീനെ കിട്ടിയത്. ഞാൻ പൊക്കി കരക്കിട്ട്. ഞാൻ ഇവിടുന്ന് ഇതിന് മുന്നേ ഞാൻ ചേർമീൻ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് അനക്കി പിടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ 3 എണ്ണമൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഓമാക്സിൻ്റെ റീലിൽ നമുക്ക് പൊക്കിയെടുത്ത കേട്ടോ. പിന്നെ നമ്മുടെ നെമസസ് റോഡിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത മീനെ പൊക്കിയെടുത്തത്.
അപ്പം കുറേ പേര് ചോദിക്കും ഈ റോഡൊക്കെ ഒടിഞ്ഞു പോകുന്ന റോഡാണ്. കണ്ട ലൈറ്റ് വെയിറ്റാണ്, പക്ഷേ സാധനം സ്ട്രോങ്ങാണ്. 2 kg വലിപ്പമുള്ള ചേർമീൻ നമ്മൾ നോക്കിയെടുത്തത്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഇതിനകത്ത് മീൻ പിടിച്ചിട്ടുണ്ട്. നോമാക്സ് റീലെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം കേട്ടോ, നല്ല പവറുള്ള റീലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലിട്ട് ചുമ്മാ ചിണുക്കി നമ്മൾ മീൻ സ്ട്രൈക്ക് ചെയ്ത്, ആദ്യം ഒരു സ്ട്രൈക്ക് ഓടി ഒന്ന് അടിച്ചായിരുന്നു. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഫ്രോഗ് ഇങ്ങനെ എറിഞ്ഞിട്ട് വലിച്ച് ഓടി ഒന്ന് അടിച്ചായിരുന്നു. ജസ്റ്റ് നമ്മൾ ചുമ്മായിട്ട് അനക്കിപ്പം ചെറുമീൻ അടിച്ചു. അപ്പം കൈസ് നമുക്കൊരു വരാൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീറ്റോ ഫ്രോഗിൽ കിട്ടി കേട്ടോ. നമ്മുടെ ജീറ്റോ ഫ്രോഗിൽ ഒരു കുഞ്ഞൻ വരാൽ, ചെറിയ വരാല. നമുക്ക് ഇവനെ റിലീസ് ചെയ്തേക്കാം. എന്താ ഒരു കുഞ്ഞൻ വരാലി, ഇവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. പൊക്കോ വേണ്ട. നമ്മളിത് ചന്ന ക്ലബിൻ്റെ റെക്സ് എന്ന് പറഞ്ഞ ഫ്രോഗ് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രോഗ് 430 രൂപയുടെ ഫ്രോഗ് കേട്ടോ. 13 ഗ്രാം 5.5 സെൻറ്റിമീറ്റർ ഫ്രോഗ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഫ്രോഗ് വെച്ച് ചേർമീൻ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ ഇതിനകത്ത് വരുന്നതായിരിക്കും. നമ്മൾ ഇത് വെച്ചൊന്ന് വരാൽ പിടിക്കാനായിട്ട് വന്നിരിക്കുക. ഞാൻ ഫ്രോഗ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് കാണിച്ചു തരാം. നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണ്ട ഇത് കറക്റ്റ് ഒരു മുതലേ കണക്കാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, പടിയിൽ 2 ഡബിൾ സ്പിന്നറാണ് വരുന്നത്. കറക്റ്റ് ഡിസൈനൊക്കെ കണ്ടോ, മുതലേ പോലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഹുക്കപ്പും BKKയുടെ ഹുക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതാ ഒരു സിവൽ പോലെ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഫ്രോഗ് നല്ല കിടിലനായിട്ട് ആക്ഷനൊക്കെ വരും. അപ്പോൾ മുതലേൻ്റെ പോലെ ഷേപ്പൊക്കെ ഉണ്ടെങ്കിലും മീനൊക്കെ പക്കായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനകത്ത് ചേർമീൻ പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ റെക്സിൻ്റെ ഫ്രോഗിൽ പെട്ടെന്നുള്ള അടിയായിരുന്നു. ചാർജ് കുറവാണ് ക്യാമറ. പെട്ടെന്ന് ക്യാമറ വീഡിയോ ഇട്ട് നിർത്തില്ല, ഓഫായി പോകുന്നു തോന്നുന്നു. അപ്പോൾ നമ്മുടെ റെക്സിൻ്റെ ഫ്രോഗിൽ ഒരു വരാൽ കയറിയിട്ടുണ്ട്. വിയറ്റ്നാമി കേട്ടോ. ഫ്രോഗ് എണ്ണാക്കിയിരിക്കുക. അപ്പം നമ്മുടെ റെക്സിൻ്റെ ഫ്രോഗിൽ ഒരു വരാലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 വരാലായി. നമ്മുടെ മുതല ഇത് വീഡിയോ കിട്ടിയില്ല കേട്ടോ, ചാർജ് കുറവാണ് ക്യാമറ. നമ്മുടെ ക്യാമറ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതെ 3ാമത്തെ വരാലിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 എന്താ കിടക്കുന്നത് കണ്ട, 2 3 വരാലിനെ നമുക്ക് റെക്സോ കണ്ട. അടിച്ചു കേട്ടാ മീന. എൻ്റെ മോനെ ചേർമീൻ വാ. നമ്മുടെ റെക്സോടെ ഫ്രോഗിൽ ഒരു ചേർമീൻ. എന്താ ഫോട്ടോ അല്ല വീഡിയോ, ക്യാമറ. നമ്മുടെ റെക്സോ മുതലയുടെ ഫ്രോഗിൽ നമ്മുടെ വീഡിയോ കേട്ടോ, വീഡിയോ ഓമാക്സിൻ്റെ റീല്. നമ്മുടെ നെമസസ് റോഡ് ഒരു ചേർമീൻ കയറിയിട്ടുണ്ട്. ഇതാ ഒരു 2 കിലോ അടുത്തെങ്കിലും കാണുന്നത് നമ്മുടെ റെക്സോട് ഫ്രോഗ് കണ്ടോ. അപ്പം എന്താ നമ്മുടെ ഓമാക്സ് റീല് ഈ മൂട്ടിൽ നിന്ന് അടിച്ചത്. ആദ്യം ഒരു സ്ട്രൈക്ക് കിട്ടി, നമ്മൾ ചുമ്മാ വലിച്ചപ്പോൾ ഈ സൈഡിൽ നിന്ന് അടിച്ചു യൂട്യൂബിൽ. അപ്പം അതിനകത്ത് ഇടാന് വരാനല്ല ചേർമീൻ. ഇല്ല ഊരിയില്ല, ഊരി കഴിഞ്ഞാൽ ചിലവൻ ചാടിക്കും. വേണ്ട ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 കിലോ 3ഒന്നും കാണത്തില്ല, ഒരു 2 കിലോ. എനിക്ക് ഇതിനെക്കാട്ടി വലുതിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് നമ്മളെ റെക്സോ എന്ന് പറഞ്ഞാൽ ഫ്രോഗിലിട്ടിരിക്കുന്നത്, ചന്ന ക്ലബിൻ്റെ റെക്സോ.
ചേർമീൻ കയറിയിട്ടുണ്ട്. പെട്ടെന്നുള്ള അടിയായിരുന്നു, വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു മീൻ പിടിക്കുന്ന. എന്തോന്ന് നോക്കുമായിരുന്നു. വരാലും കുഞ്ഞാണ്. മീൻ കിട്ടിയാലൊന്നും പറയല്ലേ. പോവില്ല കേട്ടോ കാറ്റിലോട്ട്. നമ്മൾ ചേറുമീൻ നമ്മൾ ഈ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ചേറുമീൻ. 300 രൂപ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ന്യായമായിട്ടുള്ള പൈസ കൊടുത്തിരിക്കുന്നത്. ചാവത്തില്ല. ഇപ്പം കിട്ടിയതാണ്. അപ്പം നമ്മൾ ചേറുമീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ജീവനുണ്ട്. കുഴപ്പമില്ല. അത് മയങ്ങി കിടന്നത് ബാഗ് ഇട്ടിട്ട്. നമ്മൾ ഈ ചേട്ടന് കൊടുത്തിട്ടുണ്ട് ചേർമീനെ.